ആന്റിയുടെ സാരി അവിടെ കട്ടിലിൽ തന്നെ കിടപ്പുണ്ടല്ലോ. വേഗം ഇതും കൂടി അലക്കിയിട്ടിട്ട് വേണം വേഗം സ്കൂളിൽ പോവാന്. ആദ്യത്തെ പീരീഡ് തന്നെ കുളിച്ച ടീച്ചറാ. നേരെ വൈകിപ്പോയാ ടീച്ചറുടെ അടുത്ത് നല്ല കേൾക്കും. നല്ല ഭംഗിയുള്ള സാരി, നല്ല വൃത്തിയായി കഴുകിയിടണം. ആന്റിക്ക് സന്തോഷാവട്ടെ. അയ്യോ പാറു ഇപ്പൊ വരും, വേഗം പോയി റെഡി ആക്കട്ടെ. മണിമോളെ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എങ്ങനെയുണ്ടെന്നോ? ഞാൻ ഇത്രക്ക് ബുദ്ധി നിനക്കുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് മോളെ. ഇതൊക്കെ ഒരു ചെറിയ പണിയാ. ഇനി നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു? അവളെ അതൊന്ന് നന്നായി അലക്കട്ടെ കൊണ്ടുപോയിട്ട്. അതെ അതെ, എന്നിട്ടേ നല്ലപോലെ അലക്ക് അവൾക്കും കിട്ടണം. അത് നീ എന്റെ മമ്മിക്ക് വിട്, എന്റെ മമ്മി കൃത്യമായി ചെയ്തോളും. എന്റെ മമ്മിയും ഒട്ടും മോശമാവില്ല, കാരണം മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരിയാണത്. ഇനി ഇതൊക്കെ അലക്കിട്ട് ഞാൻ എപ്പോ പോവാനാ സ്കൂളില്? ഇവിടെ ഇനി ബക്കറ്റില്ല, ഒരു ബക്കറ്റ് കൂടി എടുത്തിട്ട് വരട്ടെ. ഡീ അവൾ എവിടെ പോകാടി അതലക്കാതെ? ഇനിയിപ്പോ അവള് നിന്റെ മമ്മിയോട് ചോദിക്കാൻ പോകാവോ? എന്നാ എല്ലാ പദ്ധതിയും പൊളിഞ്ഞോ? ഏയ് ഇല്ല, അതിനുള്ള ബുദ്ധിയൊന്നും ആ മന്ദബുദ്ധിക്കില്ല. ചിലപ്പോൾ സോപ്പ് എന്തെങ്കിലും കഴിഞ്ഞു കാണും, അതെടുക്കാൻ പോകാവോ? അതെ അതെ, നല്ല ബാർ സോപ്പ് തന്നെ അവള് നന്നായി അലക്കട്ടെ. എടി അതാ അവള് വന്നു, അവള് ബക്കറ്റ് എടുക്കാൻ പോയതാ. ഇതിവിടെ വെള്ളത്തിലിരിക്കട്ടെ തൽക്കാലം. ഇതൊന്ന് നനഞ്ഞു കുതിരുമ്പോഴേക്കും മറ്റു തുണികളൊക്കെ നിവർത്തിയിട്ടിട്ട് വരാം. എടി അതാ അവളത് വെള്ളത്തിൽ മുക്കി. മുക്കട്ടെ മുക്കട്ടെ, നല്ലോണം മുക്കട്ടെ. എടി നിന്റെ മമ്മി ഇങ്ങനെ ഈ വഴി ഒന്ന് വരിക, എന്നാലല്ലേ ആ സാരി ഇട്ടത് കാണുള്ളൂ. അത് ശരിയാ, മമ്മി ഇപ്പോ ഇങ്ങോട്ടേക്കൊന്ന് വരണം. നീ പോയി നിന്റെ മമ്മിയെ വിളിച്ചിട്ട് വരീ. ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ട് വരാം. വേഗം വരണേ. നീ എപ്പോ വന്നാലും അവൾക്കടി ഉറപ്പായില്ലേ, പിന്നെന്താ? മമ്മി വേഗം വാ മമ്മി. ഇവളാള് കൊള്ളാലോ, നല്ല സൂപ്പർ അഭിനയാണല്ലോ. എന്റെ മോളെ, മമ്മി അവിടെ അകത്തന്നെ ഇങ്ങനെ ഇരുന്നാലോ? പുറത്ത് നോക്ക്, എന്ത് ഭംഗിയെ കാണാൻ. മമ്മി അങ്ങോട്ട് നോക്കും മമ്മി, ഒരു ചെറിയ കുട്ടിയല്ലേ മുത്ത്. എന്നിട്ട് നോക്ക് എന്തോരം തുണികൾ അലക്കിയിടുന്നത്. ആ പാവം കൊച്ചത്, അത്രയ്ക്ക് പാവൊന്നല്ലേ മമ്മി. ആ എന്തെങ്കിലും ആവട്ടെ, ചേച്ചിക്ക് വീട്ടിൽ ജോലി എടുക്കാൻ ഒരാളാണല്ലോ അവള്. ഹായ് നോക്ക് മമ്മി, മമ്മിയുടെ സാരി ഒക്കെ അവൾ അലക്കിയിടുന്നുണ്ട്. എന്റെ സാരിയോ? എന്റെ സാരി അലക്കാനൊന്നും അല്ലല്ലോ. ആഹാ, ഇവൾ ഈ സാരി എടുത്തു കൊണ്ടുവന്ന് അലക്കാനേ. ഡുണ്ടുവിന്റെ മമ്മി ഇപ്പൊ ദേഷ്യപ്പെടും. അയ്യോ മമ്മിക്ക് എന്താ ദേഷ്യം വരാത്തെ? ദേഷ്യോ? എനിക്കോ? എന്തിനാ? എന്റെ സാരി അവൾ അലക്കാൻ എടുത്തത് അവളുടെ നല്ല മനസ്സുണ്ടല്ലേ. അവളുടെ മമ്മി എന്താ ആ മുത്തിനെ വിളിച്ച് ദേഷ്യപ്പെടാത്തത്? എന്നാലും മമ്മി, എന്നാലും അവൾ ഇത്ര ചെറിയ കുട്ടിയല്ലേ, എന്നിട്ട് എന്റെ സാരി ഒക്കെ എടുത്ത് അലക്കാൻ വരികയെന്ന് പറഞ്ഞാലേ അത്ഭുതമായിരിക്കുന്നു. നീയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോളോ? മമ്മി മമ്മി സാരി നീ നോക്കിട്ട് തന്നെയാണോ പറയുന്നത്? എന്റെ മോളെ നിനക്കൊരു വിശ്വാസം ഇല്ലാത്ത പോലെ, ഇത് എന്റെ സാരി തന്നെയാ. മമ്മി ചിലപ്പോഴേ എന്നെ പറ്റിക്കുന്നതാവും, അവൾ ഇങ്ങോട്ട് വന്നിട്ട് ചീത്ത പറയാനാവും. വരട്ടെ. വാവ് സൂപ്പർ, മുത്ത് വരുന്നുണ്ട്, ഇപ്പൊ റെഡി കാണാം. മോളെ നീ എന്തിനാ എന്റെ സാരി അലക്കാൻ എടുത്തേ? ചോദിക്ക് മമ്മി ചോദിക്ക്. അത് അലക്കാനുള്ളതല്ലേ ആന്റി, അതാ. ഓ വേണ്ടായിരുന്നു, ഞാൻ അലക്കിയിട്ടേനെ. അയ്യോ മമ്മി, ഇത് എന്തൊരു അഭിനയം. എന്നാലും അവളുടെ മമ്മി എന്താ ചീത്തയൊന്നും പറയാത്തെ? ഇപ്പൊ കിട്ടടി, ഇപ്പൊ കിട്ടും, നോക്കിക്കോ. ആന്റി ഞാനേ വേഗം അലക്കിയിട്ടിട്ടേ എനിക്ക് സ്കൂളിൽ പോണം. മോളെ നീ ഇങ്ങ് പോരെ. മനസ്സിലായി, നല്ല നുള്ളു വെച്ചു കൊടുക്കാനാവും. ആ ചെവി പിടിച്ചങ്ങോട്ട് നല്ലോണം തിരിഞ്ഞു വിടും മമ്മി. അവളുടെ മമ്മി മുത്തിന് എന്തിനാവും വെക്കുന്നത്? എന്താ ആന്റി? മോളെ ആ സാരി ഞാൻ കഴുകിട്ടോളാം, മോൾ സ്കൂളിൽ പോവാൻ നോക്കിക്കോ. വേണ്ട ആന്റി, അത് ഞാൻ തന്നെ ചെയ്തോളാം. അതും കൂടെ ഉള്ളൂ നീ, ബാക്കി എല്ലാം തീർന്നു. അവളുടെ മമ്മി അവളെ ചീത്തയൊന്നും പറയുന്നില്ലല്ലോ. ഈ മമ്മിക്ക് എന്താ വട്ടായോ? മോളെ നീ സ്കൂളിൽ പോവാൻ റെഡി ആയിക്കോ. വേണ്ട ആന്റി, ചെറിയമ്മ വഴക്ക് പറയും എല്ലാം വൃത്തിയാക്കിയില്ലെങ്കില്. എന്റെ പൊന്നു മോളെ, നിന്റെ ചെറിയമ്മ ഈ ഒരു കാര്യത്തിന് നിന്നെ വഴക്ക് പറയില്ല, അത് പോരെ നിനക്ക്? അങ്ങനെയാണെങ്കിലേ ഞാൻ പോയി വേഗം റെഡി ആവട്ടെ. ഇന്ന് ആദ്യത്തെ പീരീഡ് കൊൽസ ടീച്ചർ ക്ലാസ്സാ, നേരം വൈകി പോയാ ഒരുപാട് വഴക്ക് പറയും.
അവൾ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ അവളുടെ മമ്മി. മമ്മി മമ്മി എന്ത് പണിയാ ചെയ്തത്? അവൾ രണ്ട് വഴക്കെങ്കിലും പറയായിരുന്നില്ലേ? എന്തിനാ മോളെ ഞാൻ അവളെ വഴക്ക് പറയുന്നേ? അത് അത് മമ്മിയെ ഡ്രൈ വാഷ് ചെയ്യാനുള്ള സാരിയല്ലേ അത്? ആര് പറഞ്ഞു? അത് ഞാനേ വെള്ളത്തിലിട്ട് തന്നെ അലക്കാറ്. അപ്പൊ മമ്മിയല്ലേ പറഞ്ഞേ അത് ഡ്രൈ വാഷ് ചെയ്യാനാ വെച്ചേക്കുന്നെന്ന്? അവര് തമ്മിൽ നല്ല ചർച്ചയാണല്ലോ. ആ ചിലപ്പോ മമ്മീനെ കൂടി വിളിച്ചിട്ടേ രണ്ടും പാടെ കൂടി ചീത്ത പറയാനാവും. ഓ അതോ, ഞാൻ എന്താന്നറിയോ അങ്ങനെ പറഞ്ഞത്? ആ സാരി അല്ലടി, മറ്റേ സാരിയാ ഡ്രൈ വാഷ് ചെയ്യേണ്ടത്. ആ സാരി ഞാൻ ഇന്നലെ ഡ്രൈ വാഷിന് കൊടുത്തു. അപ്പൊ ഈ സാരിയിലെ ഡ്രൈ വാഷ്? അല്ല മോളെ, എന്തേ? എന്താ അവർ പിറുപിറുക്കുന്നത്? അവർക്കൊന്ന് ഉറക്കെ പറഞ്ഞൂടെ? പണി പാളി. എന്ത് എന്ത് പണിയാ? ഒന്നുമില്ല മമ്മി. മണിമോളെ പണി പാളി. ആ പെണ്ണിന്റെ ഒരു കാര്യം. പാവമുത്ത്, അവളെന്റെ സാരിയൊക്കെ അലക്കാൻ കൊണ്ടുവന്നല്ലോ. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെയായല്ലോ. മമ്മിക്കാണെങ്കിലേ ഇപ്പൊ അവളോടുള്ള സ്നേഹം അങ്ങ് കൂടി വന്നു. മണിമോളെ, ആദ്യം എന്താ ചെയ്യണേ? ഒരു പിടിയും കിട്ടണില്ലല്ലോ. ആ ഡുണ്ടുമോളെയും കാണാനില്ല. അവളിത് എവിടെ പോയേ? അപ്പൊ എങ്ങനെ എല്ലാരും ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചു വന്നിട്ടില്ലേ? ഇന്നെന്താ സുലൈമാൻ വന്നിട്ടില്ലേ? എടാ സുൽഫിക്ക, എന്നോടാണ് ചോദിച്ചത് അന്റെ കൂട്ടുകാരൻ ഇന്ന് വന്നിട്ടില്ലേന്ന്. അത് അല്ല, എല്ലാരും പഠിച്ചെന്ന് പറയുമ്പോ പഠിച്ചിട്ടില്ലെന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ടാവുമല്ലോ, അത് കാണാത്തോണ്ട് ചോദിച്ചതാ. ടീച്ചർ ഏതാ? ടീച്ചർ പിന്നില്. ഇന്റെ പിന്നിലോ? എന്തെന്റെ പിന്നില്? അതല്ല ടീച്ചർ, സെൽഫിക്കർ ടീച്ചറുടെ പിന്നിലുണ്ടെന്നാ പറഞ്ഞത്. ഇജ്ജെന്തൊരു ചെയ്താണ് ഇന്റെ പിന്നിൽ വന്നിക്കണത്? ഞാനേ പിന്നിൽ വന്ന് നിന്നതല്ല ടീച്ചറെ. പിന്നെ ഞാൻ എന്റെ മുന്നിൽ വന്ന് നിന്നതാ. അതല്ല ടീച്ചറെ, ഞാനേ കുറച്ച് നേരം വൈകിയതാ. അത് ശരി, നേരം വൈകി വന്നിട്ട് അന്റെ 32 പല്ലും മുന്നിൽ കിട്ടിട്ട് ചിരിച്ചുന്നുണ്ടജ്ജ്. ഇതാണ് ഇജ്ജ് ചിരിച്ചിട്ട് ഇത്ര സന്തോഷത്തോടെ പറയുന്ന കാര്യം? എടാ ഇബ്ലീസ്, ഇജ്ജ് എന്തിനാ വെറുതെ കരയുന്നതെന്ന്? അത് പിന്നെ ടീച്ചറല്ലേ പറഞ്ഞത് എന്നോട് കരയണമെന്ന്. മര്യാദക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോളി. ടീച്ചറെ, ഞാൻ കേറി ഇരിക്കട്ടെ? കേറിപ്പോയി ഇരിക്കട്ടെ ഇബ്ലീസേ. സുലൈമാനെ, അവിടെ നിന്നേ. എന്ത് ടീച്ചറെ, ഇന്ന് പഠിച്ചു വരാനുള്ളതൊക്കെ പഠിച്ചുക്കണാ? അത് പിന്നെ ടീച്ചറെ, ഞാൻ ആദ്യം ഇരിക്കട്ടെ എന്നിട്ട് പറഞ്ഞ പോരെ? ഇജ്ജിപ്പേ തൽക്കാലാണ് നിന്നാ മതി. വേഗം ഒന്ന് ചോദിച്ച ടീച്ചറെ, നീ കാക്കയെ കണ്ടിട്ടുണ്ടോ? കാക്ക എങ്ങനെ ഇരിക്കും? കുത്തിയിരിക്കും. അപ്പൊ കാക്കയുടെ നിറം എന്താ? കറുപ്പ്. ആ, അപ്പൊ കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻ കാർഡ്, പിന്നെ തിരിച്ചറിയൽ കാർഡ്. അതേത് കാക്കക്കാരാ? സുലൈമാൻ കാക്കക്ക്. ആ, ടീച്ചർ ഇത് ചെവി. ഒരു പാസ്പോർട്ടും റേഷൻ കാർഡും കൂടി ഉണ്ട് കേട്ടോ. അത് നീ വെട്ടിക്കുറച്ചോ? പോയി ഇരിക്കടാ അവിടെ. ഓന്റെ ഒരു സുലൈമാൻ